വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കണ്ണൂർ കലാഭവനിലെ ആർട്ട് അധ്യാപകനായ ഷൈജു അഴീക്കോടാണ്. നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. വരകളുടെ ഒരു സഞ്ചാരം തുടങ്ങിയത് എപ്പോഴാണ്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ വളരെ ചെറിയ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റുഡൻസിൻ്റെ സംഘടനകൾ, അതായത് KSU, ABBP, SFI പോലുള്ള സംഘടനകളുടെ എംബ്ലങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ അത് മെല്ലെ ചെറിയ എനിക്ക് കിട്ടുന്ന പേപ്പറിൽ മെല്ലെ വരച്ചു നോക്കുന്ന ഒരു ചെറിയ സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറയാം, നിൻ്റെ ഉള്ളിൽ എന്തോ ചെറിയ സ്പാർക്ക് ഉണ്ട് എന്നുള്ളത്, നീ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെയുള്ള ആ സമയത്തുള്ള ഡ്രോയിങ് സാറും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ എന്തോ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഒരു പോളിടെക്നിക്കിലെ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫൈൻ ആർട്സ് കോഴ്സായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ അയൽവക്കത്തുള്ള ഒരു നസീർ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ വര കണ്ടിട്ട് അത്രയും താല്പര്യപ്രകാരമാണ് ഫൈൻ ആർട്സ് പഠിക്കാൻ പോയത്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഗുരുവാണ് അവിടെ ഉള്ളത് എന്ന് ദൈവം സഹായിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം വെച്ചാൽ അത്രയും ഏത് മീഡിയം ആവട്ടെ അത്രയും ലാഘവത്തോടെ ഉപയോഗിക്കുന്ന ഒരാളെയാണ് ദൈവം സഹായിച്ചത് എനിക്ക് ഗുരുവായി കിട്ടിയത്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലോഹിതാക്ഷൻ മാസ്റ്റർ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു 2 കൊല്ലം പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനെ വരയിലേക്ക് ഞാൻ വന്നത്. പിന്നീട് ഗൾഫിലേക്ക് പോവേണ്ടി വന്നു. ജീവിത സാഹചര്യം കൊണ്ട് ഗൾഫിലേക്ക് ആർട്ടിസ്റ്റായിട്ട് പോവേണ്ടി വന്നു. അവിടെ ഒരു 9 വർഷക്കാലം സൗദി അറേബ്യയിലെ ജോട്ടൺ കമ്പനിയിലെ ആർട്ടിസ്റ്റായിരുന്നു. പിന്നെ അതിനുശേഷം അവർ ക്യാൻസലൊക്കെ ആക്കി വന്നു. നീതാക്കത്ത് നിയമമൊക്കെ വന്നു. ശരിക്കും ഒരു അടിയായിരുന്നു ആ നിയമം. നമ്മൾ വല്ലാതെ അവിടെ ഗൾഫിലുള്ള ആൾക്കാരെ മൊത്തം ബാധിച്ചൊരു നിയമം. നമ്മൾ അതിനെ ഒരു എരിയായി മാറി. അപ്പോൾ അതിനുശേഷം നാട്ടിലേക്ക് വന്നപ്പോൾ ഇനി എന്ത് ചെയ്യാന്നുള്ള ഒരു ആലോചന അവിടെ ഉണ്ടായി സ്വാഭാവികമായിട്ടും. അപ്പോഴാണോ സീരിയസ് ആയിട്ട് ഇതാണ് എൻ്റെ ഒരു ലോകം എന്ന് മനസ്സിലാക്കിയത്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. കാരണം വെച്ചാൽ പിന്നെ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഘട്ടത്തിലാണ് ഇങ്ങനെ നാട്ടിലെ പല കൂലി ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തു ജീവിക്കാൻ വേണ്ടി. അപ്പോൾ ആ സമയത്താണ് പിന്നെ കേരള വാട്ടർ കളർ സൊസൈറ്റി നടത്തുന്ന ഒരു മഴച്ചായം ചിത്രകലാ ക്യാമ്പ് എന്നുള്ള ഒരു പരിപാടിയെക്കുറിച്ച് വളരെ യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് അതൊരു ഇതായിട്ട് കരുതിക്കൂടാ, ഒന്ന് നമുക്ക് തീർച്ചയായിട്ടും ഒരു വഴി എന്നുള്ള രീതിയിൽ തുറന്നു തന്നതാവാം ചിലപ്പോൾ. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അതിലേക്ക് പോയി, ഈ ക്യാമ്പിലേക്ക് പോയി. അത് ആ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറി ശരിക്കും പറഞ്ഞാൽ. കാരണം വെച്ചാൽ വാട്ടർ കളർ തന്നെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരാളാണ് സദു അലിയൂർ എന്ന് പറഞ്ഞ ഒരു മാഷ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ വാട്ടർ കളറിന്റെ പുതിയ നൂതനമായ
പല ഇതിനെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാനും നമുക്ക് കാണിച്ചു തരാനും ഡെമോ ആയിട്ട് കാണിച്ചു തരാനും മൂപ്പർ സമയം കണ്ടെത്തി നമുക്ക്. അപ്പോൾ അതൊരു വലിയ എന്താ പറയുക വലിയൊരു അനുഗ്രഹമായിട്ട് കരുതി. അതിനുശേഷം നമുക്ക് ഇത്രയും ശരിക്കും വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മീഡിയമാണ്. എല്ലാവരും കുറച്ചൊരു പിന്നെ എന്താ പറയുക ഒരു അപകടകരമായിട്ട് ഉള്ള രീതിയിൽ കാണുന്ന ഒരു മീഡിയമാണ് വാട്ടർ കളർ. കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ ആയാലും ശരി, പെയിന്റ് ആയാലും ശരി, എല്ലാം സമയമായാലും ശരി, അത് വേസ്റ്റ് ആകുന്ന ഒരു രീതിയിലാണ്. അപ്പം അത്രയും ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള മീഡിയം നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നുള്ള ഒരു ചേതോവികാരം കൂടി അതിന് പിന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഒരു 1.5 വർഷത്തെ ആ ഒരു ഗ്യാപ്പിൽ തീർച്ചയായിട്ടും ഞാൻ അന്ന് മുതൽ ഇന്നോളം ഒരു 98% ദിവസങ്ങൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. എന്നും രാത്രി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വർഷത്തിലിടയിൽ എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്ന് പിന്നെ കമൻസുകളായാലും ശരി, പിന്നെ അങ്ങനെ ഒരുപാട് മുമ്പോട്ടേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ഇപ്പോൾ വാട്ടർ കളർ എന്ന് പറയുന്ന മീഡിയം തന്നെയാണ് യൂസ് ചെയ്യാറ്, അതോ മറ്റുള്ള മീഡിയം യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്തത് കൂടുതൽ വാട്ടർ കളറിലാണ്. എന്നാലും എൻ്റെതായ രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ചിലപ്പോൾ. കാരണം വെച്ചാൽ ഞാൻ ഗൾഫിലുണ്ടാകുന്ന സമയത്ത് ഈ ചുമരിനടിക്കുന്ന വാൾപുട്ടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിലൊക്കെ ഞാൻ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് എന്താ പറയുക, അതിൽ ഞാൻ കുറേ 1-2 ക്ലിയോപാട്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈജിപ്തിൻ്റെ ആ ഒരു ഡാറ്റീൻ്റെ അതൊക്കെ ചെയ്തായിരുന്നു. അതൊക്കെ നല്ല അപ്രീഷിയേഷൻ കിട്ടി ആ സമയത്ത്. കുറേ ആൾക്കാർ കണ്ടു, ഇതെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അത് ശരിക്കും ഒരു മെറ്റൽ ടൈപ്പാണ്, കാണുമ്പോൾ മെറ്റൽ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയപ്പോൾ അതിൽ തന്നെ കൂടുതൽ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെയും പരീക്ഷണങ്ങളായിട്ട്. പക്ഷെ എന്നിരുന്നാലും വാട്ടർ കളർ തന്നെയാണ് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ. വരയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവായിട്ട് വരയ്ക്കുന്നവരുണ്ട്, ചിലർ അബ്സ്ട്രാക്റ്റ് ആയിട്ട് വരയ്ക്കുന്നവരുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ടത് വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് പറയുകയാണെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം. കാരണം വെച്ചാൽ ഞാൻ കുറേ യാത്രകൾ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിനുവേണ്ടി സ്വന്തം ബൈക്കിൽ ഈ സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി ഒറ്റ പോക്കാൻ കൊടുക്കും. ചിലപ്പോൾ വയനാട് ഒക്കെ പോയിട്ട് അടുത്ത് കുറേ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. പറ്റുവാണെങ്കിൽ അത് ലൈവായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഈ ഒരു കൊല്ലത്തിലടക്ക് അങ്ങനെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. ബാംഗ്ലൂരാവട്ടെ, മൈസൂരാവട്ടെ, വയനാടാവട്ടെ, അതെല്ലാം ഓരോ യാത്രകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഭവ സമ്പത്ത് പറ്റുന്നതും പേപ്പറിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാവുന്ന ഒരു യാത്രാനുഭവം പറയാമോ? വയനാട് യാത്ര പോയപ്പോൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കും, നമ്മളെ നാട്ടിലും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ നിങ്ങൾക്ക് വന്നിട്ട് വരക്കാം. വെറും വയനാട് മാത്രമല്ല, ചില ആൾ ഇടുക്കിക്കാരുണ്ട്, ആലപ്പുഴക്കാരുണ്ട്, അവരൊക്കെ വന്ന് പറയും. നിങ്ങൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ ഇങ്ങനെ പ്രകൃതി ദൃശ്യം വരക്കാനായിട്ട് പോകുന്ന ആളല്ലേ, നമ്മളെ നാട്ടിൽ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് ഒന്ന് വന്ന് വരക്കുക. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇനിയും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതുവഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ കുറേ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ പോകണമെന്നുണ്ട്. വരയിൽ ആരാണ് കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്? എപ്പോഴും ആരുടെയെങ്കിലും ഒരു ശൈലിയോ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയോ ഒക്കെ നമ്മുടെ പെയിൻറ്റിങ്ങിലേക്കോ കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു രീതിയിൽ ഇൻസ്പയറിംഗ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്നെ ആദ്യമായിട്ട് ഇൻസ്പയർ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ഗുരുനാഥൻ തന്നെയാണ്, ലോഹിതാക്ഷ മാഷ്. അദ്ദേഹത്തിൻ്റെ വര ശരിക്കും ഒരു ആശ്ചര്യത്തോടെ ഞാൻ നോക്കിയിരുന്ന ആ സമയത്ത്, ഒന്നും അറിയാത്ത സമയത്ത്. പല മീഡിയത്തിനെ പറ്റിയും അത്രയും ലാഘവത്തോടെ നമ്മളോട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പിന്നെ അദ്ദേഹം കാണിക്കുന്ന ഒരു ആത്മാർത്ഥത വല്ലാതെ മനസ്സിനെ ആകർഷിച്ച ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ സദ്ദു അലിയൂർ മാഷ്, അദ്ദേഹത്തിൻ്റെ കളറുകൾ കാണിക്കുന്ന വിസ്മയങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അത് തന്നെയാണ് ഞാൻ പിന്നെയും വാട്ടർ കളർ ചെയ്യാൻ എത്ര അതിൽ പരാജയപ്പെട്ടാലും പിന്നെയും രണ്ടാമതൊരു എന്താ പറയുക
ഡബിൾ എനർജിയോടെ അത് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുന്നത് തന്നെ ഈ വാട്ടർ കളർ സദുവലിയൂർ മാഷ് ഉപയോഗിക്കുന്ന ആ ലാഘവം കണ്ടിട്ടാണ്. അത്രയും സുന്ദരമായിട്ട് അത്രയും ലാഘവത്തോടെ മൂപ്പർ അത് കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വല്ലാതെ ഇൻസ്പിറേഷൻ അതിൽ നിന്ന് കിട്ടാറുണ്ട്. ഇപ്പോൾ വാൾപുട്ടിയും കൊണ്ട് വരെ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ കലയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട്, കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് വേറെ ചെയ്യാറുള്ളത്? കലയെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് മെച്ചപ്പെടുത്തുകയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്ക് എല്ലാ ദിവസവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള കലനെ മാക്സിമം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. നമ്മൾ വെറുതെ ഇരുന്നതിനെ കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കെന്തെങ്കിലും പിന്നെ എപ്പെങ്കിലും ഒരു കാലം നമുക്കത് ആവുമായിരിക്കും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ദിവസവും പറ്റുന്നത് മാക്സിമം എത്ര ലേറ്റായിട്ട് രാത്രി വന്നാലും വാട്ടർ കളർ ചെയ്യാതെ ഞാൻ മാക്സിമം കിടക്കലില്ല എന്ന് തന്നെ പറയാം. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ചിത്രകാരന് എക്സിബിഷൻ മാത്രമായിരുന്നു കൂടുതൽ ജനങ്ങളിലേക്ക് തൻ്റെ വരച്ച പടം എത്തിക്കാനുള്ള ഒരു മീഡിയം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ശരിക്കും അതൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. എനിക്കൊന്ന് മുന്നേ ഉണ്ടായ ഒരു ഗ്യാപ്പ് വന്നത് ഇത്തരമൊരു സോഷ്യൽ മീഡിയ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ട് ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു ചിത്രം വരച്ച ആ നിമിഷത്തിൽ തന്നെ ഒരു ലോകത്തെ മുഴുവൻ നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് അല്ലെ. അത്രയും ഇമ്പ്രൂവ്മെന്റ് ആയി. അപ്പൊ അന്ന് ഇതേപോലത്തെ ഒരു അവസ്ഥ നമുക്ക് അന്ന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഇതിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വളരായിരുന്നു എന്ന് ഇപ്പം വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ചിത്രം ഇട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് അതിന്റെ കമന്റ്സുകളും അതിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നമ്മളെ വർക്കിൽ അത് പിന്നെയും പുതിയ പുതിയ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവാനും അത് പ്രാവർത്തികമാക്കാനും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ കലാകാരൻ ഇപ്പോഴും ഏകജാലകം എക്സിബിഷൻ തന്നെയാണ്. അപ്പോൾ എത്രത്തോളം എക്സിബിഷനിൽ പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ നമ്മുടെ ഒരു കൂട്ടായ്മയുണ്ട്, നമ്മൾ പഠിച്ച ആ സമയത്തുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മ. ഉരുത്തിരിഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണം എന്നുള്ളത്. അപ്പം 5 പേരും 5 ടൈപ്പ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഒരാൾ ഓയിൽ പേസ്റ്റിലാവട്ടെ, മറ്റാൾ മ്യൂറൽ ആവട്ടെ, ഞാൻ വാട്ടർ കളർ ആവട്ടെ, അങ്ങനെ പല ടൈപ്പിലുള്ള വർക്കുകളും ഒത്തൊരുമിച്ചിട്ട് നമുക്കൊരു എക്സിബിഷൻ എന്തുകൊണ്ട് സംഘടിപ്പിച്ചുകൂടാ എന്നൊരു ചോദ്യം അവിടെ വന്നു. കറക്റ്റായിട്ടൊരു ഗ്രൂപ്പ് അതായത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിക്കുന്നിടത്തോളം, അതായത് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവട്ടെ, ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, ആ എക്സിബിഷൻ കാണാൻ വേണ്ടി പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഇത് കിട്ടാണ്ട് നിൽക്കില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ അപ്പോൾ അത്രയും പല രീതിയിലുള്ള വർക്കുകൾ കോർത്തിണക്കി ഒരു എക്സിബിഷൻ നമ്മൾ കണ്ണൂർ നടത്തി, നിറക്കൂട്ട് എന്നുള്ള പേരിൽ. അതൊരു വലിയ ഒരു അംഗീകാരമാണ്. ആൾക്കാർ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ, ബോംബെയിൽ നിന്ന് വരെ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സ് പഠിക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി വാട്ടർ കളറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ ചെയ്യണം, പിന്നെ ഈ ദർബാർ ഹാൾ പോലത്തെ കൊച്ചിയിലൊക്കെ നിങ്ങൾ പ്രദർശനം സംഘടിപ്പിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് നമ്മളെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആത്മവിശ്വാസം തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്യാമ്പുകൾ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾ തരാറുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കാറുണ്ട്. ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ടോ? ക്യാമ്പുകൾ ഞാൻ സ്വന്തം രീതിയിൽ സംഘടിപ്പിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 5ഓളം ക്യാമ്പുകളിൽ, അത് വാട്ടർ കളറിനെ സംബന്ധിക്കുന്ന ഒരു 5ഓളം ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെ ഈ ഒരു കൊല്ലത്തിലടക്ക്. മഴച്ചായം എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ കളർ സൊസൈറ്റി നടത്തുന്ന മഴച്ചായം ക്യാമ്പ് അവിടെ തലശ്ശേരി, വടകര, മാഹി മുതലായ സ്ഥലങ്ങളിൽ വെച്ച് ഈ എക്സിബിഷനിൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ പോരാതെ മാഹി ഒരു ചിത്രഗ്രാമം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് 50 ആർട്ടിസ്റ്റുകൾ വരക്കുന്ന ചിത്രങ്ങൾ അവിടുത്തെ വീടുകളിൽ 50 വീടുകളിൽ വെക്കുന്ന ഒരു രീതിയിൽ, അതായത് നമ്മുടെ നാടിന്റെ സൗന്ദര്യം നമ്മളെ വീടിന്റെ ചുമരിൽ നിന്ന് ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാമിൽ എനിക്ക് 50 ഒരാളായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ഭാഗ്യമുണ്ടായി. അതൊരു വലിയ സന്തോഷമായിട്ട് കരുതുന്നത്. എൻ്റെ ചിത്രം അവിടെ ഒരു വീട്ടിലുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആർട്ടിസ്റ്റിന് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ശരിക്ക് നമ്മളെ വല്ലാണ്ട് ഉത്തേജിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇനിയും ചെയ്യാം എന്നുള്ള
ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയി തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും വാട്ടർ കളറിന് എന്തോ ഒരു നമ്മുടെ കേരളത്തിൽ വാട്ടർ കളറിന് അത്രത്തോളം ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. നേരെ മറിച്ച് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ എൻ്റെ ചിത്രങ്ങൾ, ഞാൻ വരച്ച ചിത്രങ്ങൾ കൂടുതൽ വാങ്ങിയിട്ടുള്ളത് കൽക്കത്ത, മഹാരാഷ്ട്ര എന്നുള്ള ആൾക്കാരാണ്. ഈ ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ നിങ്ങൾ തരുമോ, എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ച് അവർ വാങ്ങാൻ വേണ്ടി അത്രയും താല്പര്യത്തോടെ വരുന്നവർ കൂടുതലും വെളിയിലുള്ളവരാണ്. നേരെ മറിച്ച് കേരളത്തിലുള്ള ആൾക്കാർ ഇന്നും അതിനെ ഒരു പേപ്പർ പോലെ ഒരു കാണുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കുറച്ചുകൂടി വരേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇതുവരെ വന്നില്ല. എന്നാലും ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രത്തോളം സമയം കൊണ്ടാണ് ഒരു ചിത്രം പൂർത്തിയാകുന്നത്? ഈ അക്രിലിക്, ഓയിൽ പെയിന്റ് പോലത്തെ മാധ്യമങ്ങളിൽ നിന്നും വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ മാധ്യമം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം വെച്ചാൽ അക്രിലിക് നമുക്ക് ഇന്ന് ചെയ്ത് പിന്നെ നാളെ ബാക്കി ചെയ്യാവുന്ന ഒരു ഘട്ടത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഓയിൽ പെയിന്റ് ആവട്ടെ, ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ നമുക്ക് ബാക്കി ചെയ്യാം. ഇന്ന് കുറേ ലേറ്റായി, അത് ബാക്കി നാളെ നമുക്ക് ചെയ്യാം. പക്ഷെ വാട്ടർ കളർ അങ്ങനെയല്ല. വാട്ടർ കളറിൻ്റെ ആ യഥാർത്ഥമായ ഒരു സ്റ്റൈൽ കിട്ടണമെങ്കിൽ അത് പെട്ടെന്ന് പൂർത്തിയാക്കിയാൽ അതിൻ്റെതായ വാട്ടർ കളറിൻ്റെതായ ഒരു ലുക്ക് അതിന് വരും. അല്ല എങ്കിൽ ഒപ്പാക്ട് സ്റ്റൈലായി പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു ദിവസം ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. അപ്പോൾ എക്സിബിഷൻസിനൊക്കെ തയ്യാറെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകം തീം വെച്ചിട്ടാണോ അതോ മനസ്സിൽ തോന്നുന്ന ഒരു ചിത്രം വരയ്ക്കുകയാണോ ചെയ്യാറ്? ഞാൻ അധികം കൂടുതലായിട്ട് പ്രകൃതി ദൃശ്യങ്ങൾ തന്നെയാണ് വരക്കാറുള്ളത്. കാരണം പ്രകൃതിയെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി, ഇപ്പം ഈ നടന്ന വെള്ളപ്പൊക്കം തന്നെ, ഫ്ലഡ് തന്നെ, നമ്മൾ ചെയ്ത പ്രകൃതിയോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ പ്രകൃതി തിരിച്ചിങ്ങോട്ട് തന്നതാണ്. അപ്പം നമ്മളേതായ ചുറ്റുപാടുള്ള പ്രകൃതിയെ നമ്മൾ എത്രത്തോളം നശിപ്പിക്കുന്നു, ആ പ്രകൃതി എത്ര സുന്ദരമാണ് എന്ന് ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ വരച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് എത്രത്തോളം ആൾക്കാർ ഉൾക്കൊള്ളണം എന്നില്ല. എന്നിരുന്നാലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രകൃതിയിലെ എത്രത്തോളം സുന്ദരമാണ് അത് നമ്മൾ നശിപ്പിക്കാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി ഞാൻ ചിത്രങ്ങളിൽ കൊടുക്കാറുണ്ട് സാധാരണ രീതിയിൽ. ഒരു ചിത്രം പൂർത്തിയാവുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് എത്രത്തോളം ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും അത് നമ്മൾ വാട്ടർ കളർ, മെയിനായിട്ട് വാട്ടർ കളർ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിക്കപ്പുറം ചിലപ്പോൾ ചില പിക്ചർ നമുക്ക് ഇങ്ങോട്ട് റിസൾട്ട് തരാറുണ്ട്. ആ വെള്ളവും കളറും കൂടി ചേരുന്ന ആ ഒരു ചേർച്ച ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിരിക്കും. അപ്പോൾ ചില ചിത്രങ്ങൾ ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്യണം എന്ന് ചിന്തിച്ച ചിത്രങ്ങൾ നമ്മൾ ചിന്തക്ക് അപ്പുറം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അത് ഈ ഒരു മീഡിയത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. നമ്മൾ ചെയ്തത് നമുക്ക് ഡബിളായിട്ട് തിരിച്ചിങ്ങോട്ട് തരും. ചിത്രകാരന് എന്തൊക്കെ പറഞ്ഞാലും നിലനിൽക്കണമെങ്കിൽ നമ്മൾ വരച്ച ചിത്രങ്ങൾ വിറ്റ് പോകണം. അപ്പോൾ എങ്ങനെയാണ് സെയിലൊക്കെ ചെയ്യുന്നത്? സെയില് ചെയ്തത് അധികവും ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. ഞാൻ ചെയ്ത ചിത്രങ്ങൾ അന്നേരം തന്നെ ഫേസ്ബുക്കിലാവട്ടെ വാട്സപ്പിലാവട്ടെ കുറേ കൂട്ടായ്മയിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതുവഴി കുറേ ആൾക്കാർ വേണമെന്ന് പറയാറുണ്ട്. ചില ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എന്നിരുന്നാലും വേണമെന്ന് പറയുന്നവർക്ക് ഞാൻ ഇഷ്ടത്തോടെ വരികയാണെങ്കിൽ ഞാൻ ഷുവറായിട്ട് ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ വിറ്റ് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചിത്രം പൂർത്തീകരിക്കാൻ നല്ല പണം ചെലവാക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്തൊരു പടത്തിലേക്ക് പോകുമ്പോൾ അതൊരു പ്രതിസന്ധി അല്ലേ? ശരിയാണ്, ഒരു കണക്ക് നോക്കിയാൽ ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഓയിൽ പെയിന്റ് പോലെയോ അല്ലെ അക്രിലിക് പോലെയോ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനങ്ങൾ കൊണ്ട് ചെയ്യുന്നതല്ല. അത് തന്നെയാണ് ഞാൻ വാട്ടർ കളറിലേക്ക് തിരിയാനുള്ള ഒരു പ്രധാന കാരണം. കാരണം വെച്ചാൽ നമുക്ക് ചെറിയ പൈസനെ കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ ഒരുപാട് റിസൾട്ട് അതിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്രയും ചിലവില്ലാതെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാട്ടർ കളർ തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഈ അക്രിലിക് പോലെ വലിയൊരു ക്യാൻവാസോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു പേപ്പർ മതി. അതിലൂടെ നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യാം. മറ്റേതുപോലെ ഒരു ട്യൂബിനൊക്കെ വലിയ പൈസയാവും ഓയിൽ പെയിന്റിന്.
അതിനുള്ള സമയം വേണം, ഒരുപാട് സംഭവങ്ങൾ വേണം. വാട്ടർ കളർ നേരെ അതിൻ്റെ പകുതി മതി. അതുകൊണ്ട് കൂടിയാണ് വാട്ടർ കളർ ഞാൻ തിരഞ്ഞെടുത്തത്. ഒരു ആർട്ടിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, നമുക്ക് സമൂഹത്തിനോട് ചില ബാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ചിത്രകാരൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിനുള്ളൊരു സംഭാവന എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചിത്രങ്ങളിലൂടെ ഞാൻ വരച്ചു കാണിക്കുന്നത് പ്രകൃതിയാണ്. അപ്പം നാം പ്രകൃതിയെ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മോട് തിരിച്ചും ഇങ്ങോട്ട് ആ ഒരു സ്നേഹവും ബഹുമാനവും കാണിക്കും എന്ന് കൂടി ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ പകരാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു മെസ്സേജ് തീർച്ചയായിട്ടും നമ്മളെ പ്രകൃതി അത്ര സുന്ദരമാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയി എത്രയോ വെളിയിലെ നാട്ടിൽ എത്രയോ ആൾക്കാർ നമ്മളെ കേരളത്തിൽ വന്നിട്ട് നമ്മളെ സ്ഥലങ്ങൾ എത്ര മനോഹരമാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം നമ്മളെ നാടെന്നെ നമ്മൾ നശിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി നമ്മുടെ നാട് എത്രത്തോളം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും, എത്ര പ്രകൃതി രമണീയമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഞാൻ എൻ്റെ ചിത്രങ്ങളിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ചിലർക്ക് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു മൂഡ് വേണം വരയ്ക്കാനായിട്ട്. ചിലർക്ക് ഇതൊന്നും പ്രശ്നമല്ല, ഏത് മൂഡിലായാലും വരയ്ക്കും. അപ്പോൾ എങ്ങനെയാണ്, ഏതൊരു സമയമാണ് തിരഞ്ഞെടുക്കാറ്? ഞാൻ കൂടുതൽ തിരഞ്ഞെടുക്കാറുള്ളത് രാത്രി സമയങ്ങളിലാണ്. കാരണം എനിക്ക് ഭാര്യയും 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ എൻ്റെ റൂമിൽ നിന്നാണ് ഞാൻ വരയ്ക്കൽ. അപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ വല്ലാതെ ഡിസ്റ്റർബൊക്കെ ചെയ്യും. അങ്ങോട്ട് പോകും, ട്യൂബൊക്കെ ചവിട്ടിയിട്ടൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ എന്നാലും നമ്മളാ ഉള്ളിലുള്ള ആ ഒരു അടുത്ത ചിത്രം ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത, അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എത്ര ശബ്ദം ഉണ്ടായാലും ശരി, എന്തുണ്ടായാലും ശരി, എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടായാലും ശരി, ഒരു ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. ഏത് വർക്ക് ചെയ്താലും നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അഭിനന്ദനത്തിൻ്റെ പടവുകൾ കയറാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ്. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെ അഭിനന്ദനങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? വാട്ടർ കളറിൻ്റെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്. അത് വാട്ടർ കളർ അഡിക്ട്സ് അല്ലെങ്കിൽ വാട്ടർ കളർ മിസ്റ്ററി ഓഫ് വാട്ടർ കളർ എന്ന 2 ഗ്രൂപ്പിലെ മെമ്പറാണ് ഞാൻ. അപ്പം ഞാൻ വാട്ടർ കളർ ചെയ്യുന്ന ഒരു പിക്ചർ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുള്ള വാട്ടർ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് അപ്രിസിയേഷൻ തരാറുണ്ട്. അതിൽ എനിക്ക് ഓർമ്മയിൽ തങ്ങിയത് വിജയ് ബിസ്വാൾ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വാട്ടർ കളറിസ്റ്റിൽ ഒരാളാണ് വിജയ് ബിസ്വാൾ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നല്ല ചിത്രങ്ങൾക്ക് നല്ല കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ അംഗീകാരമായിട്ട് കാണുന്നു ശരിക്കും. പിന്നെ ഒരുപാട് ആൾക്കാർ പല രീതിയിലും ഫോണൊക്കെ വിളിക്കാറുണ്ട്. ഗൾഫിൽ നിന്നായാലും ശരി, ഷൈജു ചിത്രങ്ങളൊക്കെ ഇഷ്ടമാണ്, ഇനിയും കൂടുതലായിട്ട് വരക്കണം എന്നൊക്കെ പറഞ്ഞു അതൊരു വല്ലാത്ത ഒരു വൻ പ്രോത്സാഹനമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു. ഒക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുവരവാണ്. അല്ലായെങ്കിൽ നമ്മളെ ചിത്രങ്ങൾ നമ്മളെ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയേനെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർ മാത്രമായിരിക്കും അത് കാണുന്നത്. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ക്യാമ്പ്, അതായത് സോളോ ആയിട്ടുള്ള ഒരു ചിത്ര പ്രദർശനം നടത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എനിക്കില്ല. കാരണം വെച്ചാൽ ഒരു 30 ചിത്രങ്ങൾ ഫ്രെയിം ചെയ്യാൻ ഒരു വലിയ പൈസ വേണം. പോരാതെ അതിൻ്റെ റെന്റ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് മുടക്കേണ്ട അത്രയും പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫേസ്ബുക്ക് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയാണ്. അതേപോലത്തെ ഒരു സോളോ എക്സിബിഷനുള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും. എന്നിരുന്നാലും ഒരു കോഴിക്കോട് അടുത്ത് തന്നെ ഒരു സോളോ എക്സിബിഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു വർക്കിലാണ്. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഒരു ഡ്രീം എന്ന് പറയുന്നത് സോളോ എക്സിബിഷനാണ്. അപ്പോൾ അതല്ലാതെ വരയിൽ മറ്റ് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് വരക്കണം എന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ നിമിഷവും പുതിയത് എന്തെങ്കിലും കണ്ടെത്താനുള്ള ഒരു ത്വര മനസ്സിലുണ്ട്. ഇനിയും ഞാൻ തന്നെ ഇപ്പോൾ എന്താ പറയുക, എല്ലാ ഞായറാഴ്ചയും പറ്റുന്ന എല്ലാ സൺഡേയിലും പോയിട്ട് ഔട്ട്ഡോറൊക്കെ ചെയ്യാറുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ബൈക്ക് എടുത്ത് സമാന ചിന്താഗതിക്കാരുള്ള 2-3 ആൾക്കാർ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ട്. അതൊരു വലിയ അംഗീകാരമാണ്. കാരണം വെച്ചാൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ വാ എന്ന് പറഞ്ഞാൽ റെഡി എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ നിലവിൽ. അതൊരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ചിത്രകലയിൽ നമ്മുടെ നാട്ടിലായാലും ശരി, അതിൻ്റെ അവരെ മനസ്ഥിതിയിൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണത് തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയും അങ്ങനെ കുറേ കാര്യങ്ങൾ സെൽഫായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ ചെയ്യണമെന്നും കൂടിയുണ്ട്. എത്രത്തോളം ഉണ്ട് ഫാമിലിയുടെ ഒരു സപ്പോർട്ട്? കാരണം നമുക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരുപാട് സമയം വരയ്ക്കാനായിട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ഒരു 13 പേര് ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് നമ്മൾ. കൂട്ടുകുടുംബമാണ്. എല്ലാവരും ഒരുമിച്ചാണ് താമസം. 3 ചേട്ടന്മാരാണ്, അവരൊക്കെ കല്യാണം കഴിഞ്ഞു. 2 ചേട്ടന്മാരാണ്, അവരെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഉൾപ്പെടെ 3 ആളാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളാണ്. പിന്നെ അച്ഛൻ മരിച്ചുപോയി, പിന്നെ അമ്മമ്മയുണ്ട് വീട്ടിൽ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ ഫസ്റ്റൊക്കെ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ആദ്യം നോക്കുക അമ്മമ്മയാണ്. അമ്മമ്മക്ക് 90 വയസ്സായി. പക്ഷെ എന്നാലും അമ്മ ആ ചിത്രം കണ്ട് നല്ല രസമുണ്ടെന്ന് പറയുമ്പോൾ ഉള്ള നമ്മൾ സംതൃപ്തി, അത് ഭയങ്കര ഒരു കോൺഫിഡൻസ്. തീർച്ചയായിട്ടും അത് കുഴപ്പമുണ്ടാവില്ല എന്ന്
എങ്ങനെയാലും അറിയാം അമ്മമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാവില്ല ആ ചിത്രം എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ പൊരയുടെ വൈഫ് നല്ല സപ്പോർട്ടാണ്. എപ്പം ഈ ചെറിയ റൂമിലായാലും ശരി അത് വരക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആയാലും കൂടി എന്നാലും വരച്ചോ ഷൈജു ആട്ടാന്ന് പറയുന്ന ഒരു ഘട്ടത്തിലുള്ള ഒരു വാക്ക് അത് വല്ലാതെ ഒരു ഇംപ്രസീവ് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ വരയുടെ ലോകത്ത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ, കൂടുതൽ എക്സിബിഷനുകൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ആർട്ടിസ്റ്റുമായി കാണുന്നത് വരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.